ഒരു പുതിയ ദിവസം കൂടി രാവിലെ 6 മണിക്ക് തന്നെ കൃത്യമായി ധാരണയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്നലെ വൈകുന്നേരം തീരുമാനിച്ച പുതിയ ആശയങ്ങൾ കൂടി വെച്ചുകൊണ്ട് രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളെല്ലാം പുലർച്ചെ മുതൽ ഇവിടെയുണ്ട്. ഇന്നലെ ചെറുതെങ്കിലും ഉയർന്ന് വന്ന ഭക്ഷണമൊക്കെയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രാവിലെ തന്നെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയങ്ങളിൽ ഒരു പ്രയാസമൊന്നും ഉണ്ടാകില്ല. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് വന്നിരുന്നൊരു ജനക്കൂട്ടമുണ്ട്. അതിൻ്റെ ഒരു കുറവുണ്ടെന്ന് മാത്രമല്ല, കൃത്യമായി നമ്പർ വെച്ച് അകത്തേക്ക് കടത്തേണ്ട ആളുകളെ നിശ്ചയിച്ചതനുസരിച്ച് അതിനുള്ള ആളുകൾ മാത്രമാണ് ഇന്ന് കടന്നു പോകുന്നത്. ഇന്നലെ മുപ്പൈനാട് വഴി കടന്നു വന്ന ആളുകൾ കണ്ടെത്തിയ ഒരു ബോഡി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ തന്നെ ചെന്ന് വന്ന 17 പേർക്കും പ്രത്യേക സുരക്ഷിതത്വം കൊടുത്ത് രാവിലെ തന്നെ എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ ബോഡി കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ചാലിയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായൊരു ദിശയിൽ കൂടി നമുക്ക് രക്ഷാപ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സംഭവമാണ് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത്. 2 സൈഡിൽ നിന്നും പോയിട്ടുണ്ടെങ്കിലും ഇടയിലൊരു ചെറിയ ഭാഗം കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. ഫോറസ്റ്റിൻ്റെ കൂടി സഹായത്തോടെ രാവിലെ ഞങ്ങൾ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ DFOയും കൂടിയായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായപ്രകാരം കുറച്ചുകൂടി ക്ലൈംബ് ചെയ്യേണ്ടതും ജമ്പ് ചെയ്യേണ്ടതുമായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. ആളുകൾക്ക് നേരിട്ട് സമതലത്തിലെത്താൻ പറ്റില്ല. ആ സ്ഥലത്തിൽ ഫോറസ്റ്റിൻ്റെ കൂടി സഹായത്തോടു കൂടി നമുക്ക് NDRF സംഘത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലൊരു ആലോചന കൂടി ഇന്ന് ചെയ്യുന്നുണ്ട്. ആ വിധത്തിലും അത് മുന്നോട്ട് പോകും. ഇന്ന് ഏറ്റവും സങ്കടകരവും അടിയന്തരമായി നിർവഹിക്കേണ്ടതുമായൊരു പ്രശ്നം അൺക്ലെയിംഡ് ആയിട്ടുള്ള ബോഡികളുടെ ബറിയിങ് ആണ്. നമ്മൾ നേരത്തെ കൽപ്പറ്റയിൽ 5 എണ്ണം മറവ് ചെയ്തു. അത് 2 ഘട്ടങ്ങളിലായി, 2ഉം 3ഉം വീതം. ഇന്നലെ 8 ബോഡികൾ ഒരുമിച്ച് ബറിയിങ് നടത്തി. ഇന്ന് പുത്തുമലയിലെ തന്നെ 64 സെൻട്രലിൽ എടുത്തിട്ടുള്ള ബറിയിങ് ഗ്രൗണ്ടിൽ 158 ബോഡി പാർട്സും 31 ഫുള്ളായിട്ടുള്ള ബോഡിയും, അങ്ങനെ 189 കുഴികൾ കൂടുതലെടുത്ത് അവിടെ ഇന്ന് 3 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കണം എന്നാണ് കരുതുന്നത്. അപ്പോൾ 31 ഫുള്ളായിട്ടുള്ള ബോഡി അൺക്ലെയിംഡ് ആയത് ആദ്യം സംസ്കരിക്കുകയും തുടർന്ന് ഓരോ അംഗവും പ്രത്യേക, ഓരോ ശരീരഭാഗവും പാർട്സും പ്രത്യേക പെട്ടികളിലാക്കി ഓരോന്നിനും പ്രത്യേകം കുഴിയെടുത്ത് അവിടെ DNA ടെസ്റ്റിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട നമ്പർ ബോഡിക്കകത്ത്, കോഡ് നമ്പർ ബോഡിക്ക് അകത്ത് പെട്ടിക്ക് പുറത്ത് കുഴിച്ചിടുന്ന ബറിയിങ് നടത്തുന്ന ആ കേന്ദ്രത്തിനോട് ചേർന്ന് സ്ഥാപിക്കുന്ന പോസ്റ്റിൽ ഇങ്ങനെ 3 കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച് വളരെ കൃത്യതയോടുകൂടി അത് പൂർത്തീകരിക്കേണ്ടി വരും. 158 31 എന്ന് പറഞ്ഞാൽ 189 പാർട്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മറവ് ചെയ്യണം എന്ന് പറയുമ്പോൾ ചെറിയ സമയമായിരിക്കില്ല അതിന് വേണ്ടി വരിക. ചെറിയ ഓർഗനൈസേഷൻ കപ്പാസിറ്റി മാത്രം പോരാ. പിന്നെ നമ്മളിപ്പോൾ ഉള്ള മേപ്പാടിയിൽ നിന്ന് അങ്ങോട്ട് എടുത്തതിന് ശേഷം ഓരോന്നോരോന്നായി കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സാധ്യമാകില്ല. അപ്പോൾ അതിനു വേണ്ടി ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണ്. ഒരുമിച്ച് ഇത്രയധികം ബോഡികൾ 3ഓ 4ഓ സെക്ടറിലായി വണ്ടികൾ കയറ്റാനും അവിടുത്തെ ഇന്നലെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള സ്ഥലം നിങ്ങൾ കണ്ടു കാണും. അവിടെ ഇന്നലെ 8 ബോഡികൾ വെച്ചപ്പോൾ തന്നെ വളരെ തിക്കായി. അപ്പോൾ ഒരു 10 എണ്ണമാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ സർവമത പ്രാർത്ഥന കൂടി നടക്കണം എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി കൂടുതൽ ഒരേ സമയം കൊണ്ടുവരാൻ പറ്റുമോ എന്നാലോചിക്കുന്നുണ്ട്. കൂടുതൽ ലൈറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് 4 മണി എന്നാണ് ഇന്നലെ ഞങ്ങൾ മന്ത്രിതല സമിതി ആലോചിച്ചത്. എന്നാൽ 3 മണിക്ക് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം എന്ന വിധത്തിലാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. എന്നാൽ മാത്രമേ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റൂ. 189 എന്ന നമ്പർ പറയുമ്പോഴും ഇപ്പോഴും ചിലപ്പോൾ ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്നത് ആരെങ്കിലും ഇനി തിരിച്ചറിയാൻ കഴിയുന്നു വന്നാൽ. ഇന്നലെ ഇപ്പോൾ ബഹുമാനപ്പെട്ട AK ശശീന്ദ്രനും OR കേളുവും P രാജീവും ഒക്കെ കൂടി ഞങ്ങൾ പിരിയുമ്പോൾ 8 എന്നുള്ളത് ഡീകമ്പോസായി എന്ന് പറയുന്ന ഒരു ബോഡി കൂടി വന്നു. 9 എണ്ണം വേണ്ടി വരും എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. 8 മണിക്ക് ആരംഭിക്കാം എന്ന് കരുതി. പക്ഷേ അതിനിടയിൽ ഒരു ബോഡി തിരിച്ചറിഞ്ഞു. ഒരു അത്ഭുതകരമായ സംഭവമാണത്. അങ്ങനെ ഡീകമ്പോസായി തുടങ്ങിയിട്ടുള്ളൊരു ബോഡി വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. കൃത്യം ഐഡൻറ്റിറ്റി കണ്ടതുകൊണ്ട് നമ്മൾ ആ ബോഡി വിട്ടുകൊടുത്തു. അപ്പോൾ നമ്മൾ ആലോചിച്ചത് ഇന്ന് 3 മണി എന്നൊരു സമയം മാധ്യമങ്ങളിലൂടെ പറയുന്നത് ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ കണ്ടെത്താനുള്ള ആളുകളുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ഒന്നുകൂടി നോക്കി അങ്ങനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് വിട്ടുകൊടുത്ത് ബാക്കിയുള്ള ഭാഗങ്ങളായിരിക്കും നമ്മൾ ബറിയിങ്ങിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സൂററ്റിൽ നിന്ന്
വരും എന്ന് കരുതിയിരുന്ന കടാവർ ഡോഗ്സ്, ഡൽഹി വന്ന് ഇങ്ങോട്ടെത്തും എന്ന് കരുതുന്ന 4 കടാവർ ഡോഗ്സ് കൂടി ഇപ്പോൾ വന്നവരുടെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതടക്കം 15 കടാവർ ഡോഗ്സിൻ്റെ കൂടി പിന്നെ സാന്നിധ്യവും അതിൻ്റെ സൗകര്യം കൂടി ഒരുക്കിയിട്ടുണ്ട്. പലയിടങ്ങളിൽ നിന്നും ഇങ്ങനെ വരുന്ന സിഗ്നലുകളൊക്കെ ഇപ്പോൾ കേണൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം 2 സ്ഥലത്ത് നോക്കി. അവിടെ പക്ഷേ അതിന് തുല്യമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു, പക്ഷേ അത് മനുഷ്യ ശരീരമായില്ല എന്ന് ഉണ്ട്. പക്ഷേ നമുക്ക് കിട്ടാവുന്ന എല്ലാ സംവിധാനങ്ങളും ഇതിനു വേണ്ടി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഹൈറ്റ് വ്യത്യാസം ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. തിങ്കളാഴ്ച ഉണ്ടായിരുന്ന ഈ പ്രദേശത്തിൻ്റെ അളവും ഇന്നലെ മിനിഞ്ഞാന്ന് ഡ്രോണിലൂടെ എടുത്ത ഈ പ്രദേശത്തിൻ്റെ ഹൈറ്റ് വ്യത്യാസവും നോക്കുമ്പോൾ -2 മീറ്റർ മുതൽ 11 മീറ്റർ വരെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഡെപ്തായി ചളിയും അതുപോലെ തന്നെ മണ്ണും കല്ലുമൊക്കെ നിറഞ്ഞ പ്രദേശങ്ങളുടെ താഴത്തിൽ സാന്നിധ്യമുള്ളത് പ്രത്യേകമായി നോക്കി കാണുകയാണ്. ആ വിധത്തിലൊരു പഴുതടച്ചിട്ടുള്ള സംവിധാനങ്ങളാണ് ഇന്നും ആലോചിക്കുന്നത്. പലയിടങ്ങളിലും തെറ്റായ ചില വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കൃത്യമായി ഇൻഫർമേഷൻ തരുന്നുണ്ട്. PRDയും അത് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഒരു അന്വേഷണവും അവസാനിപ്പിച്ചിട്ടില്ല, ഒരു സംഘത്തിൻ്റെ തെരച്ചിലും അവസാനിപ്പിച്ചിട്ടില്ല. കൃത്യമായ സംവിധാനങ്ങൾ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. രാവിലെ 11 മണിക്ക് മന്ത്രിതല ഉപസമിതിയുമായി ഓൺലൈനിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ ആ കാര്യത്തിൽ സംസാരിക്കും. ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഒരാശയവും നമ്മൾ ആലോചിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, പുതിയ കേന്ദ്രങ്ങളെ കൂടി നമ്മൾ ആലോചിച്ചുകൊണ്ട് തെരച്ചിലിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുകയാണ്. മിസ്സിംഗ് കേസുകൾ 216, 180 ഇന്നലെ വൈകുന്നേരത്തേക്ക് കുറഞ്ഞു. ചിലപ്പോൾ ഇനി കുറയും, ചിലപ്പോൾ ചില നമ്പറുകൾ കൂടി വരും. എന്തായാലും അതും മൈന്യൂട്ടായി തയ്യാറാക്കാൻ ഏറ്റവും അവസാനത്തെ നമ്പർ കൂടി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ റേഷൻ കാർഡ് മാത്രമായിരുന്നു, ഇപ്പോൾ ഇലക്ട്രിസിറ്റിക്കാർ നോക്കുന്നുണ്ട്. ആശാ വർക്കർമാരും അംഗനവാടി ടീച്ചർമാരുടെയും ലിസ്റ്റ് ആലോചിക്കുന്നുണ്ട്. ഹരിത കർമ്മസേനയുടെ മലിനീകരണ സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എല്ലാ ലിസ്റ്റുകളും നമ്മളിപ്പോൾ നോക്കി വെരിഫൈ ചെയ്യുകയാണ്. ഈ 189ഉം 64 സെൻറ്റിലായിരിക്കും. ഒരു സെൻറ്റിൽ 10 വീതം കുഴികൾ പറ്റും എന്നാണ് നമുക്ക് ഇപ്പോൾ ഉള്ള ധാരണ. പക്ഷേ ആളുകൾക്ക് ഇറങ്ങാനൊക്കെ ഉള്ള സൗകര്യം വെച്ച് 7 നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. എന്നാലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്ഥലം ഞാൻ പറഞ്ഞ അതെ 189ഉം ഇന്ന് തന്നെ എത്ര നേരം എടുത്താലും ചെയ്തു തീർക്കണം. അതെ അതായത് ഇന്ന് രാവിലെ കൊണ്ട് തന്നെ ഇന്നലെ 31 കുഴികളാണ് നമ്മൾ എടുത്തിരുന്നത്. ബാക്കി ഈ നിലവാരത്തിൽ വരാവുന്ന വിധത്തിൽ നമ്മൾ ഇന്നലെ കണ്ട ആ പോയിന്റിൻ്റെ 2 വശങ്ങളിലായി പിന്നെ കുഴികൾ എടുക്കുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ പ്ലാൻ പിന്നെ മേപ്പാടി ആശുപത്രിയിൽ നിന്ന് എല്ലാ മൃതദേഹങ്ങളും വരിയായി കൊണ്ടുവന്ന് ഒരു നിശ്ചിത നമ്പർ ആദ്യം അങ്ങോട്ട് എടുക്കുക, അത് ഉള്ളിലേക്ക് കയറ്റുക, അതിനുശേഷം വണ്ടികൾ വിടുക. സർവമത പ്രാർത്ഥന കഴിഞ്ഞ് ബോഡി എടുക്കുമ്പോൾ അടുത്ത സെക്ഷൻ വരിക, അത് സൈമിൾട്ടേനിയസായി അങ്ങോട്ട് കയറ്റുക, അതെടുക്കുമ്പോൾ അടുത്ത സംഘം വരിക, അങ്ങനെ തുടർച്ചയായി. ഒരു സമയം എത്രയും ബോഡി സംസ്കരിക്കാം, അതിനുള്ള സംവിധാനമുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനയൊക്കെ നടത്തേണ്ടതുള്ളത് കൊണ്ട് അവിടെ നമുക്ക് ഇന്നലെ 8 മേശയാണ് അറേഞ്ച് ചെയ്തിരുന്നത്. നമുക്ക് ഫുൾ ബോഡി ആകുമ്പോൾ ഒരു 10ഓ 20ഓ വരെ കൊണ്ടുവരാം. പാർട്സ് ആകുമ്പോൾ നമുക്കതൊരു 30 വരെ വർദ്ധിപ്പിക്കാം. അപ്പോൾ എന്തായാലും എണ്ണം കൃത്യമായി പറയാതെ ഏകദേശം നോക്കി മാക്സിമം നമ്പർ എന്ന നിലയിലാണ് നമ്മൾ നോക്കുന്നത്. അതിന് പ്രത്യേകമായി IAS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനത്തെ നമ്മളിപ്പോൾ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ മേൽനോട്ട സമിതി കൂടി കണ്ട് മന്ത്രിതല ഉപസമിതിയുമായി ചർച്ച ചെയ്ത് സ്ഥലം MLA ഉൾപ്പെടെ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്, സ്ഥലം MLA, ജില്ലാ പഞ്ചായത്ത്, മറ്റ് അംഗങ്ങളെല്ലാവരും കൂടി കൂട്ടിച്ചേർന്നുകൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി. ഇപ്പോൾ പഞ്ചായത്താണ് അതിൻ്റെ ചുമതലകളെല്ലാം നിർവഹിക്കുന്ന, എല്ലാ നടപടിക്രമങ്ങളും നടത്തുന്നത് മേപ്പാടി പഞ്ചായത്താണ്. അവർ വളരെ ഭദ്രമായിട്ട് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണ്ടുകൊണ്ടാണ് ആ പ്രവർത്തനങ്ങൾ നോക്കുന്നത്. പുത്തുമലയിൽ വെച്ചാണ് ഞാനും ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ മിനിസ്റ്ററും ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിലവിലുള്ള നമ്പറാണ് ഞാൻ പറഞ്ഞത്. നിലവിലുള്ള നമുക്ക് കിട്ടിയ നമ്പറാണ്. ഇപ്പോൾ ഒരുമിച്ച് ഇപ്പോൾ ഇത്രയും ദിവസങ്ങളായി പലതും ഈ ഡീകമ്പോസ് ആയി തുടങ്ങുകയാണ്. ഇനി ആളുകൾ കാണാനുള്ളതൊന്നും ബാക്കിയില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. മനുഷ്യസഹജമായിട്ടുള്ള പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇത്ര നേരം എടുത്തത് തന്നെ. അല്ലെങ്കിൽ 72 മണിക്കൂർ കഴിഞ്ഞാൽ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ ആളുകളുടെ ഉള്ളിലുള്ളൊരു വികാരം ഉണ്ടല്ലോ, പലരും ആശുപത്രി കിടക്കുന്നു,
ഇവിടെ കിടക്കുന്നു. ഒന്ന് അവസാനം ഞങ്ങളൊന്ന് നോക്കിയിരുന്നെങ്കിൽ ആ പ്രശ്നമില്ലാതിരിക്കാനാണ് ഇത്ര സമയം. രണ്ട് കൈയിൽ നിവർത്തുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല. മോർച്ചറിയിലുണ്ടാകും, ആശുപത്രിയിൽ പെൻഡിങ് ഉണ്ടാകും, ഏറ്റെടുക്കാത്ത ബോഡികൾ പെൻഡിങ് ഉണ്ടാകും. തിരിച്ചറിഞ്ഞതിൽ തന്നെ കൊണ്ടുപോകാൻ കഴിയാത്ത ധാരാളമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ മാരിയമ്മൻ ക്ഷേത്രത്തിന് അവിടെ ഒരുമിച്ച് 60 മൃതശരീരങ്ങൾ മറവുകയാണ് ഉണ്ടായത്. അതുണ്ടാകും. ഞങ്ങളിപ്പോൾ പറഞ്ഞത് അൺക്ലെയിംഡ് ബോഡീസാണ്. ആരും ഏറ്റെടുക്കാനും ഐഡന്റിഫൈ ചെയ്യാനും കഴിയാത്ത വിധത്തിലുള്ള ബോഡികളാണ്. നേരത്തെ മിനിസ്റ്റർ പറഞ്ഞത് ഇനി തിരിച്ചറിയാൻ അല്ലെ എത്ര പേര് കാണാതായിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ചെറിയ കണക്കിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടെന്നാണ്. അത് കുറയുകയാണോ ചെയ്തതെന്നാണ് പറയുന്നത്. അല്ല, ഇന്നലെ നമുക്ക് 180 താഴ്ന്നു, 216 നിന്ന് 180 താഴ്ന്നു. ഇന്ന് വൈകുന്നേരം നോക്കാം. ഇന്ന് വൈകുന്നേരം പത്രക്കാരെ കാണുമ്പോൾ ആ കാര്യം ഞങ്ങൾ പ്രത്യേകമായിട്ട് പരിഗണിച്ച കാര്യം. സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ വിവരങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക? അതിന് ഒരു സംവിധാനമുണ്ടോ? അതെ, അത് രണ്ട് തരത്തിലാണ് വിശേഷം നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഒന്ന്, മസ്റ്ററിംഗ് റോഡ് വെച്ച് അവരുടെ മുഴുവൻ ഡീറ്റെയിൽസ് എടുക്കുക. പക്ഷേ അതല്ലാതെ വന്ന ആളുകളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് കൊളോക്കിയലായി നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളുകളെ കൂടി വെച്ചുകൊണ്ട് അവരോട് അവരുടെ ഇപ്പം പലരും വളരെ വലിയ നടുക്കത്തിലാണ്. ആരൊപ്പം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓർക്കാൻ പറ്റാത്ത വിധത്തിലാണ്. അപ്പം അവരോട് പതുക്കെ ചോദിച്ച് അവരുടെ അറിവ് കൂടി വെച്ചുകൊണ്ട് നമുക്ക് അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഉണ്ട്, അവരുടെ കൃത്യം കണക്കുണ്ട്. ഒരു പ്രയാസവും ഞാൻ ഈ ചാനലുകളിലൂടെ ബഹുമാനപ്പെട്ട ശശീന്ദ്രൻ മിനിസ്റ്റർ ഉള്ള സാഹചര്യത്തിൽ ഒരു പേടിയും അക്കാര്യത്തിൽ പേടിക്കേണ്ട. ഓരോ വകുപ്പിൻ്റെയും രേഖകൾ അന്വേഷിച്ച് ഇനി ദീർഘകാലം ഓഫീസുകളിൽ കയറി ഇറങ്ങും എന്ന് പേടിക്കേണ്ട. ആവശ്യമൊന്ന് തണുത്തോട്ടെ. ഈ പ്രശ്നമൊന്ന് നമ്മുടെ കണ്ടെത്തൽ ഒന്ന് തണുത്താൽ നമുക്ക് ഒരു പൊതു അദാലത്ത് മേപ്പാടിയിൽ വെച്ച് തന്നെ നടത്തി എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏത് വകുപ്പിൻ്റെ കയ്യിൽ നിന്നാണോ രേഖയാണോ നഷ്ടപ്പെട്ടത് അവർക്കത് കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യമൊരുക്കാം. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ പുത്തുമലയിൽ നേരത്തെ നമ്മൾ ആ നടപടി ചെയ്തതാണ്. ഇപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി 24/7 എന്ന വിധത്തിൽ 10 പോലീസ് പിക്കറ്റുകൾ, മൂവബിൾ പിക്കറ്റുകൾ ഇന്നലെ മുതൽ നമ്മൾ ഇവിടെ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേക സെർച്ച് നടത്തുന്നുണ്ട്. ആ വിധത്തിൽ ആ കാര്യങ്ങൾ ശരിയാക്കും. ഒരു കാര്യം കൂടിയുള്ളത്, ഈ മൊബൈൽ ഫോണുകളിലൂടെ ബന്ധം നഷ്ടപ്പെട്ടവരാണ് മഹാഭൂരിപക്ഷം പേരുകളും. അവരുടെ കയ്യിൽ ഫോണില്ല. ഫോൺ എന്ന് കരുതിയാൽ പഴയ നമ്പറില്ല. അപ്പോൾ അതുകൊണ്ട് ഉച്ച മുതൽ അതിനുവേണ്ടി ഒരു പ്രവർത്തനം ആരംഭിക്കുകയാണ്. മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട എല്ലാവർക്കും ഫോൺ കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ കയ്യിലായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫോൺ നമ്പർ ഓർമ്മ വെച്ചെടുക്കുകയാണെങ്കിൽ, സുർജിത്തിൻ്റെ നമ്പർ ഓർത്തെടുക്കുകയാണെങ്കിൽ തമ്പ് വെച്ച്, വേറെ ആധാറും ID കാർഡും ഇല്ലാതെ തമ്പ് വെച്ച് അയാൾ തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തി സിം കിട്ടാവുന്ന വിധത്തിൽ നമുക്ക് ഒരു സംവിധാനം കൂടി ഇന്നലെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങളുടെ മന്ത്രിതല ഉപസമിതി അവരവസാനമായി ഒന്ന് അത് കണ്ടതിന് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ക്യാമ്പുകളിൽ നേരിട്ട് പോയി ഫോൺ നഷ്ടപ്പെട്ടവരുടെ വിളിച്ചു വരുത്തി അവരുടെ തമ്പെടുത്ത് അവർക്ക് പുതിയ ഫോണും പുതിയ കാർഡും കൊടുത്ത് പഴയ തരത്തിലേക്കുള്ള വിളികൾ, ഇപ്പോൾ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ആരെങ്കിലും അവരെയൊക്കെ വിളിക്കുന്നുണ്ടാവും. പക്ഷെ അവരുടെ നമ്പർ അതുപോലെ റീകളക്ട് ചെയ്യാത്തതുകൊണ്ട് ഒരു പുതിയ ഫോൺ കൊടുത്തിട്ടോ പുതിയ നമ്പർ കൊടുത്തിട്ടോ കാര്യം ഉണ്ടാകില്ല. പഴയ നമ്പറിലേക്ക് തിരിച്ചു പോകാനും അവരുടെ കയ്യിലെല്ലാം മൊബൈൽ ഉറപ്പ് വരുത്താനും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയും മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. ഒരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ ചേർത്ത് പിടിക്കുകയാണ്. ഞാൻ പറഞ്ഞു വിജേഷ്, നേരത്തെ പറഞ്ഞു, തെരച്ചിലിൽ ഒരു അന്തിമ രൂപം അവസാനത്തെ ആളെയും കണ്ടെത്തും വരെ അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നാണ് ഇപ്പോൾ ലക്ഷ്യമിക്കുന്നത്. ബാക്കി ഞങ്ങൾ ആലോചിച്ചത്. സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ ആവട്ടെ, നന്നായി, നല്ലതല്ലേ. എല്ലാ അന്വേഷണങ്ങളും പഠനങ്ങളും എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും എല്ലാവരും പഠിക്കട്ടെ. പഠിച്ചിട്ട് എല്ലാവരുടെയും സഹായം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരെയും സഹായത്തോടു കൂടിയേ നമുക്ക് ഈ പ്രക്രിയ വിജയകരമായി എല്ലാവരും സഹായിക്കണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. കേന്ദ്ര വനമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത് പ്രാദേശിക രാഷ്ട്രീയക്കാരെ കൈയെടുപ്പിന് അനുവദിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടായതെന്നാണ്. അല്ലാതെ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ രാഷ്ട്രീയം ഈ ഘട്ടത്തിൽ പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല.